മാന്യപ്രേക്ഷകർക്ക് എൻ്റെ പ്രണാമം. വളരെ വളരെ വേദനാജനകമായ ഒരു കാഴ്ച ഇന്നലെ യൂട്യൂബിൽ കാണേണ്ടായി. ഒരു പക്ഷേ ഇന്നലത്തെ ദിവസം മുഴുവനും എൻ്റെ മനസ്സിനെ തളർത്തിയ, ഒരു പക്ഷേ തകർത്ത ഒരു കാഴ്ചയായിരുന്നു അത്. ഭാരതത്തിൻ്റെ അതിർത്തികൾ സംരക്ഷിക്കാൻ രാപ്പകലില്ലാതെ സ്വന്തം കുടുംബത്തെയും മക്കളെയും ഭാര്യയെയും പോലും നാട്ടിലാക്കി ഈ രാഷ്ട്രത്തിന് വേണ്ടി ജീവിക്കുന്ന കുറേ പട്ടാളക്കാർ കാശ്മീരിൽ അവർ ഭാരതത്തിൻ്റെ അതിർത്തികൾ സംരക്ഷിച്ചു കൊണ്ടിരിക്കുന്ന വേളയിൽ ഭാരതത്തിലേക്ക് നുഴഞ്ഞു കയറുന്ന തീവ്രവാദികളെ വെടിവെച്ച് വീഴ്ത്തുന്നു, അതിൽ അഭിമാനിക്കുന്നു, അതിൽ ഭാരത ജനതയും അഭിമാനിക്കുന്നു. അതിനിടയ്ക്ക് വീരമൃത്യു വരിച്ചവരെ ആദരിക്കുന്നു. ഇതെല്ലാം നടക്കുമ്പോഴും ഇന്നലെ ഞാൻ കണ്ടത് ഭാരതത്തിലെ പട്ടാളക്കാര് കാശ്മീരിൽ റോന്തു ചുറ്റുമ്പോൾ ഡസൻ കണക്കിന് യുവാക്കള് അവരുടെ വണ്ടിയുടെ ഏറ്റവും അടുത്ത് നിന്ന്, ആ പട്ടാളക്കാരുടെ വണ്ടിയിലെ ഏറ്റവും അടുത്ത് നിന്ന് ആ പട്ടാളക്കാർക്ക് നേരെ കല്ലെറിയുന്നൊരു കാഴ്ച നിരന്തരം തുടർച്ചയായിട്ട് 10-15 പേര് കല്ലെറിയുന്നു. ആ ഭാരതത്തിൻ്റെ പട്ടാളക്കാരുടെ വണ്ടി അതിങ്ങനെ പുറകോട്ട് പോകുന്നു. ഒരു പക്ഷേ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ നിർദ്ദേശിച്ചിട്ടുണ്ടാവും, പരമാവധി സംയമനം പാലിക്കണം, ഒരു കാരണവശാലും പ്രതികരിക്കരുത് എന്ന് നിർദ്ദേശിച്ചത് കൊണ്ടായിരിക്കാം തീവ്രവാദികളെയും പാകിസ്ഥാൻ പട്ടാളക്കാരുടെയും മുമ്പിൽ പെരുമാറ് ഉയർത്തി നിന്ന് അവരെ കൊല്ലാനായിട്ട്, വധിക്കാനായിട്ട് മുമ്പോട്ട് പോകുന്ന ചങ്കൂറ്റമുള്ള ഇന്ത്യൻ പട്ടാളക്കാര് ഇന്ത്യക്കാരായ കാശ്മീരികളുടെ കല്ലേറിന്റെ മുമ്പിൽ അവരുടെ വാഹനം പുറകോട്ട് എടുക്കേണ്ടി വന്നത്. ഡിഫൻസ് ന്യൂസ് എന്ന് പറയുന്നൊരു ന്യൂസ് ഉണ്ട്. നിങ്ങൾ ജസ്റ്റ് ഇന്റർനെറ്റ് ഓൺ ചെയ്തിട്ട് ഡിഫൻസ് ന്യൂസ് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഗൂഗിളിലൂടെയോ ഫയർഫോക്സിലൂടെയോ നിങ്ങൾക്കത് ലഭിക്കും. അതിലെന്നും ഭാരതത്തിൻ്റെ നേട്ടങ്ങളെ കുറിച്ചിട്ടാണ് എഴുതാം. 3 ദിവസം മുമ്പ് ഞാൻ കണ്ടു, അതിൽ ഒരു വരി എഴുതിയിരിക്കുന്നത് ഭാരതത്തിലെ പട്ടാളക്കാർക്ക് ഏറ്റവും വേദനാജനകമായിട്ടുള്ള അനുഭവമാണ് കാശ്മീരിൽ നിന്ന് കിട്ടുന്നത്. പാകിസ്ഥാൻ പട്ടാളക്കാരെയും പാകിസ്ഥാനിൽ നിന്ന് നുഴഞ്ഞു കയറുന്ന തീവ്രവാദികളെയും മാത്രമല്ല ഇവർ നേരിടേണ്ടി വരുന്നത്, ഭാരതീയരായ കാശ്മീരികളെയും കൂടി. അവരുടെ പ്രതികരണം അത്രയും ക്രൂരമാവുന്നത് കൊണ്ട് അതുകൂടി നേരിടേണ്ടി വരുന്നു എന്ന് അതിലെ വാർത്ത ഞാൻ ധർമ്മ ന്യൂസിൽ അപ്ലോഡ് ചെയ്തിരുന്നു. അത് ഈ രീതിയിലാണെന്ന് ഇന്നലെ കണ്ടപ്പോൾ അസാധാരണമായിട്ടുള്ള ഒരു തളർച്ച, ഒരു വേദനയാണ് തോന്നിയത്. പിന്നെ പ്രൊഫസർ എറിക് ബേൺ പറഞ്ഞതുപോലെ ഞാൻ എൻ്റെ സ്ട്രോക്ക് ബാങ്കിൽ നിന്ന്, എൻ്റെ തന്നെ എനർജിയിൽ നിന്ന് വൈകുന്നേരം കുറച്ചു നേരം കണ്ണടച്ച് ധ്യാനിച്ചിരുന്നപ്പോൾ എൻ്റെ മനസ്സിൽ തന്നെ ഒരു ആശ്വാസം. ഈ ലോകത്ത് എവിടെയെല്ലാം മുസ്ലിങ്ങളുണ്ടോ അവിടെയെല്ലാം അശാന്തിയുണ്ട്. ശാന്തിയുള്ള ഒരു മുസ്ലിം രാജ്യവും ഈ 69 രാജ്യങ്ങളിൽ ഇല്ല. ഏതോ അള്ളാഹുവിൻ്റെയും പ്രവാചകന്റെയും അനുഗ്രഹം കൊണ്ട് തന്നെ അവര് മറ്റുള്ളവരെ കൊല്ലുന്നതിനേക്കാൾ ഉപരി അവരുടെ ആൾക്കാരെ തന്നെ കൊല്ലുന്നു. ഷിയായും സുന്നിയും, അല്ലെങ്കിൽ പെൺകുട്ടികളെ, ആൺകുട്ടികളെ, അതല്ലെങ്കിൽ മറ്റ് നാട്ടുകാരെ. ഇറാനും ഇറാഖും തമ്മിലുള്ള യുദ്ധം, ഗദ്ദാഫിയുടെ, സദ്ദാം ഹുസൈൻ്റെ, ഈജിപ്തിലെ, സിറിയയിലെ, അഫ്ഗാനിസ്ഥാനിലെ, പാകിസ്ഥാനിലെ
ബംഗ്ലാദേശിലെ ഏത് മുസ്ലിം രാജ്യങ്ങൾ വേണമെങ്കിലും എടുത്തു നോക്കിക്കോളുക. ഈ ചെയ്തു കൂട്ടുന്ന കർമ്മങ്ങൾക്ക് അവര് തന്നെ അവരുടെ ആൾക്കാരെ കൊല്ലുന്ന ഒരു പ്രത്യേകത. ശരിക്കും പൂച്ച പ്രസവിച്ചാൽ അതിൻ്റെ ഒരു കുട്ടിയെ പൂച്ച തിന്നും എന്ന് പറഞ്ഞ് കേട്ടിട്ടുണ്ട്. അത്ര കാടത്തമുള്ള ആ മൃഗജന്യമായ സ്വഭാവം കാണിക്കുന്ന ഒരു മതത്തിലെ വ്യക്തികൾ അവനവന്റെ ആൾക്കാരെ അവനവൻ കൊന്ന് അതിൽ സന്തോഷം കണ്ടെത്തി അള്ളാഹുവിൻ്റെയും ഖുർആന്റെയും പേരിൽ ദൈവരാജ്യത്തിലേക്ക് പോകാൻ തയ്യാറായി നിൽക്കുന്ന അവർക്ക് ജഗദീശ്വരൻ കൊടുത്ത ശിക്ഷയാണ് നിന്റെ കൈകൊണ്ട് നിന്റെ കുടുംബക്കാരും നിന്റെ ആൾക്കാരും നിന്റെ മതക്കാരും ചാവണമെന്ന്. ഒരു രാഷ്ട്രത്തെ രക്ഷിക്കുന്ന ആ രാഷ്ട്രത്തിലെ പട്ടാളക്കാരെ കല്ലെറിയാൻ പാകത്തിന് ഒരു മതത്തിൽപ്പെട്ടവര് തകർന്നു എങ്കിൽ, വളർന്നുവല്ല തകർന്നു എങ്കിൽ അവർക്ക് ദൈവം കൊടുത്ത ശിക്ഷയാണ് എന്ന് ഇന്നലെ വൈകുന്നേരം ഞാൻ കുറേ നേരം കണ്ണടച്ച് ആ മനസ്സിലെ വേദന പുറത്തേക്ക് കളയാൻ വേണ്ടിയിരുന്നപ്പോൾ എനിക്ക് കിട്ടിയ ഉത്തരം ഇതാണ്. ഞാനിത് നിങ്ങളുമായി പങ്കുവയ്ക്കുന്നു. ഭാരതത്തിലെ പട്ടാളക്കാരനുഭവിക്കുന്ന വേദന, ആ വേദനയ്ക്ക് ഇത്രയും നീചവും നിന്ദ്യവും നികൃഷ്ടവുമായിട്ടുള്ള പ്രതികരണം അവിടത്തെ മുസ്ലിം യുവാക്കളിൽ നിന്ന്. അതിനെതിരെ ഇവിടത്തെ യുക്തിവാദികളും പുരോഗമനവാദികളും ഇവിടത്തെ ബുദ്ധിജീവികളും അവാർഡ് വാപസി നടത്തിയ ജീവികളും ഒന്നും പ്രതികരിക്കാത്തത് അതിനേക്കാളും വിചിത്രമായിട്ട് എനിക്ക് തോന്നി. പ്രണാമം, നമസ്കാരം.